നമസ്കാരം. വാഷിംഗ്ടൺ ഡിസിയിലെ വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച അത്താഴ വിരുന്നിനിടെ നടന്ന വെടിവെപ്പ് അമേരിക്കൻ ഭരണകൂടത്തെയും സുരക്ഷാ ഏജൻസികളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഥമ വനിത മെലാനിയയും ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്ത വിരുന്നിനിടയിലുണ്ടായ ഈ ആക്രമണം കനത്ത സുരക്ഷാ വലയങ്ങളെ ഭേദിച്ചാണ് നടന്നത് എന്നത് ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ശനിയാഴ്ച രാത്രി വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ വെച്ച് കാലിഫോർണിയയിലെ ടോറൻ സ്വദേശിയായ 31-കാരൻ കോൾ തോമസ് അലനാണ് വെടിയുതിർത്തതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇൻഡി ഗെയിം ഡെവലപ്പർ, പാർട്ട് ടൈം അധ്യാപകൻ എന്നിങ്ങനെ വൈവിധ്യമാർന്ന പ്രൊഫഷണൽ പശ്ചാത്തലമുള്ളയാളാണ് പ്രതിയെന്ന് ലിങ്ക്ഡിൻ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ സൂചിപ്പിക്കുന്നു. ലോകപ്രശസ്തമായ കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും കാലിഫോർണിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദവും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. IJK കൺട്രോൾസ് പോലുള്ള സ്ഥാപനങ്ങളിൽ എഞ്ചിനീയറായും കാൽടെക്കിൽ ടീച്ചിംഗ് അസിസ്റ്റന്റായും ജോലി ചെയ്തിട്ടുള്ള അലന് മികച്ച അക്കാദമിക് പശ്ചാത്തലമാണുള്ളത്. കൂടാതെ C2 എഡ്യൂക്കേഷനിൽ പാർട്ട് ടൈം അധ്യാപകനായും പ്രതി പ്രവർത്തിച്ചിട്ടുണ്ട്. കമ്പനിയുടെ ഫേസ്ബുക്ക് പേജിലെ 2024 ഒരു പോസ്റ്റിൽ അലനെ അധ്യാപകനായി പരിചയപ്പെടുത്തുന്നുണ്ട്. 2014 നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിൽ സമ്മർ അണ്ടർ ഗ്രാജുവേറ്റ് റിസർച്ച് ഫെലോഷിപ്പിൽ അലൻ പങ്കെടുത്തിരുന്നു. പ്രതിയുടെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടങ്ങളിലൊന്നും ഇതുതന്നെയാണ്. ബഹിരാകാശ ഗവേഷണ രംഗത്തെ മുൻനിര സ്ഥാപനത്തിലെ ഈ അനുഭവം പ്രതിയുടെ സാങ്കേതിക മികവിനെയാണ് എടുത്തു കാണിക്കുന്നത്. കൂടാതെ ബോർഡം, ഫസ്റ്റ് ലോ തുടങ്ങിയ വീഡിയോ ഗെയിമുകൾ വികസിപ്പിച്ചെടുത്ത ഒരു സ്വതന്ത്ര ഗെയിം ഡെവലപ്പർ എന്ന നിലയിലും പ്രതി അറിയപ്പെടുന്നു. തന്മാത്ര രസതന്ത്രത്തെയും ബഹിരാകാശ പോരാട്ടങ്ങളെയും ആസ്പദമാക്കിയുള്ളതായിരുന്നു ക്രിയേറ്റീവ് വർക്കുകൾ. തന്മാത്ര രസതന്ത്രത്തെ അടിസ്ഥാനമാക്കി സ്ട്രീം പ്ലാറ്റ്ഫോമിനായി ഒരു വീഡിയോ ഗെയിം അലൻ വികസിപ്പിച്ചിരുന്നു. ഹിൽട്ടൺ ഹോട്ടലിലെ സുരക്ഷാ പരിശോധനകൾ വെട്ടിച്ച് ആയുധങ്ങളുമായി എത്തിയ അലൻ ഒരു സീക്രട്ട് സർവീസ് ഏജന്റിനെ വെടിവെക്കുകയും ചെയ്തു. ഉദ്യോഗസ്ഥൻ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചിരുന്നതിനാൽ വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പ്രതിയുടെ കൈവശം ഒരു ഷോട്ട് ഗൺ, ഒരു ഹാൻഡ് ഗൺ, നിരവധി കത്തികൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം ആയുധങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസ് മേധാവി ജെഫ്രി കരോൾ വെളിപ്പെടുത്തി. ഹോട്ടലിലെ തന്നെ ഒരു മുറിയിൽ താമസക്കാരനായിരുന്നു ഇയാളെന്നും അതുകൊണ്ടാണ് ആയുധങ്ങൾ അകത്തേക്ക് എത്തിക്കാൻ സാധിച്ചതെന്നും പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. വെടിവെച്ച് കേട്ട ഉടൻ തന്നെ പ്രസിഡന്റ് ട്രംപിനെയും വൈസ് പ്രസിഡന്റ് JD വാൻസിനെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ഏകദേശം 2500 അതിഥികൾ പങ്കെടുത്ത ചടങ്ങിൽ വലിയ പരിഭ്രാന്തിയാണ് വെടിവെപ്പിനെ തുടർന്നുണ്ടായത്. അതിഥികൾ മേശകൾക്ക് താഴെ ഒളിച്ചാണ് അക്രമത്തിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അക്രമിയെ സുരക്ഷാ സേന കീഴ്പ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടുണ്ട്. അക്രമിയെ ലോൺ വുൾഫ് എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. അലിനെതിരെ ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണം, ഫെഡറൽ ഉദ്യോഗസ്ഥനെ പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. കൊളംബിയ ഡിസ്ട്രിക്ട് US അറ്റോർണി ജനറൽ പീറോയാണ് നിയമ നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. തിങ്കളാഴ്ച ഇയാളെ കോടതിയിൽ ഹാജരാക്കും. 2014 കമല ഹാരിസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇയാൾ സംഭാവന നൽകിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ആക്രമണത്തിന് പിന്നിലെ കൃത്യമായ ലക്ഷ്യമോ രാഷ്ട്രീയ പ്രേരിതമാണോ എന്നത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. നിലവിൽ പ്രതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇയാളുടെ പക്കൽ നിന്ന് തോക്ക് ഉൾപ്പെടെയുള്ള ചില ആയുധങ്ങൾ കണ്ടെടുത്തതായി ട്രംപ് വ്യക്തമാക്കി. പ്രതി അലൻ സംഭവ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന്റെ വീഡിയോകളും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വാഷിംഗ്ടൺ ഹിൽട്ടണിൽ നടന്ന വൈറ്റ് ഹൗസ് കറസ്പോണ്ടന്റ് അസോസിയേഷന്റെ അത്താഴ വിരുന്നിനിടെ വെടിവെപ്പുണ്ടായത്. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വലിയ വെടിവെച്ചകൾ കേൾക്കുകയായിരുന്നു. തുടർന്ന് ട്രംപിനെയും ഭാര്യ മെലാനിയെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു. കനത്ത സുരക്ഷാ പരിശോധനകൾ നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് ആയുധമായി ഒരാൾക്ക് എങ്ങനെ പ്രവേശിക്കാനായി എന്നത് സംബന്ധിച്ച് FBIയും സീക്രട്ട് സർവീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് നേരെ മുൻപും ആക്രമണങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ് വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടൽ. 1981 പ്രസിഡന്റ് റൊണാൾഡ് റീഗന് നേരെ വെടിയേറ്റത് ഇതേ ഹോട്ടലിന് പുറത്തുവച്ചായിരുന്നു. 2024 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പെൻസിൽവാനിയയിൽ വെച്ച് ട്രംപിന് നേരെ വധശ്രമം ഉണ്ടായതിന് പിന്നാലെ നടന്ന ഈ സംഭവം US രഹസ്യാന്വേഷണ ഏജൻസികളുടെ സുരക്ഷാ പരാജയമായി വിലയിരുത്തപ്പെടുന്നു. നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതി അലനെ വിശദമായി ചോദ്യം ചെയ്യലിനും മാനസികാരോഗ്യ പരിശോധനയ്ക്കും വിധേയനാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ.